ആദ്യം നമുക്ക് ഷറാറയുടെ അപ്പാർട്ട് കട്ട് ചെയ്യാം. അതിനുവേണ്ടി തുണി മടക്കിയിട്ടുണ്ട്, ഒന്നുകൂടെ മടക്കുക. ഇങ്ങനെ 4ആയിട്ട് തുണി മടക്കി, എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിൻ്റിൽ നിന്ന് താഴത്തേക്ക് ഷറാറയുടെ അപ്പാർട്ടിൻ്റെ ഫുൾ ലെങ്ത് പ്ലസ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 പ്ലസ് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് ഹിപ്പ് റൗണ്ടിനെ 4 വെച്ച് ഹരിച്ച് 2.5 ഇഞ്ച് കൂട്ടുക. ഇനിയും ഈ പോയിൻ്റിൽ നിന്ന് താഴത്തേക്ക് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യുക. ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നത് ഹിപ്പ് റൗണ്ട് ഡിവൈഡ് ബൈ 4 പ്ലസ് 2 ഇഞ്ചാണ് ക്രോച്ച് ലെങ്ത്. എന്നിട്ട് അവിടുന്ന് ഈ അളവ് തന്നെ ഇവിടുന്ന് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ബോക്സ് അങ്ങ് വരയ്ക്കുക. ഇനിയും ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് സീറ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 പ്ലസ് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അപ്പാർട്ടിൻ്റെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തല്ലോ, എവിടെയാണ് ഫുൾ ലെങ്ത് എന്ന് വെച്ചാൽ അപ്പാർട്ടിൻ്റെ ഫുൾ ലെങ്ത് എവിടെയാണോ അവിടുത്തെ വണ്ണം അളന്നിട്ട് അതിൻ്റെ പകുതി പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് ഹാഫ് തൈ റൗണ്ട് പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിൻ്റ് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ടിവിടെ ക്രോച്ച് വരയ്ക്കുക. ഇത് മേളിലേക്ക് ജോയിൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് 2 പീസ് കിട്ടും. നമുക്കിനി ബോട്ടം പാർട്ട് കട്ട് ചെയ്യാം. അതിനുവേണ്ടി തുണി എടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബോട്ടം പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഷറാറയുടെ ഫുൾ ലെങ്ത് മൈനസ് അപ്പാർട്ട് പ്ലസ് 1/2 ഇഞ്ച്. ഇവിടെ ഫിനിഷ് ചെയ്യാനില്ല, അതുകൊണ്ട് പ്ലസ് 1/2 ഇഞ്ച് എടുത്തേക്കണം, അല്ലെങ്കിൽ പ്ലസ് 1.5 ഇഞ്ച് എടുക്കണം. അതായത് ഷറാറയുടെ ഫുൾ ലെങ്ത് മൈനസ് അപ്പാർട്ട് പ്ലസ് 1/2 ഇഞ്ച് ഞാൻ എടുക്കുന്നത്. അല്ല എങ്കിൽ ഇത് മടക്കി അടിക്കണമെങ്കിൽ പ്ലസ് 1.5 ഇഞ്ച് എടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ലെങ്ത് മാർക്ക് ചെയ്തു. എന്നിട്ട് വിഡ്ത്ത് എടുക്കേണ്ടത്, അതിൻ്റെ നമ്മൾ അപ്പാർട്ട് കട്ട് ചെയ്തല്ലോ, അപ്പാർട്ട് കട്ട് ചെയ്തിട്ട് ആ തൈ റൗണ്ടിൻ്റെ ഡബിൾ, താഴത്തെ റൗണ്ടിൻ്റെ ഡബിൾ വണ്ണം എടുക്കുക. അത്രയും നമ്മൾ പ്ലെയർ എടുക്കുക. എന്നിട്ട് അതൊന്ന് വരയ്ക്കുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫോൾഡ് അങ്ങ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് 2 പീസ് കിട്ടും. എന്നിട്ട് നമ്മൾ അപ്പാർട്ടിൻ്റെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഈ തൈ റൗണ്ടിൻ്റെ അവിടെ നമ്മൾ ബോട്ടത്തിന് കട്ട് ചെയ്ത പീസ് എടുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് ആ അളവിൽ പ്ലേറ്റ്സ് ഇട്ട് ഫില്ല് ചെയ്യുക. അതുപോലെ മറ്റേതിൻ്റെ അതുപോലെ തന്നെ ചെയ്യുക. അപ്പാർട്ടിൻ്റെ നല്ല വശവും ബോട്ടത്തിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ച് ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് പിൻ ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. രണ്ടും കൂടി ജോയിൻ ചെയ്യുക. 1/2 ഇഞ്ച് തയ്യൽത്തുമ്പിൽ ജോയിൻ ചെയ്യുക.
നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞു. രണ്ടിൻ്റെയും നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് എന്നിട്ട് ഒരെണ്ണത്തിൻ്റെ നല്ല ഭാഗത്ത് മറ്റേ പീസിൻ്റെ നല്ല വശം, രണ്ടിൻ്റെയും നല്ല വശം കൂടി ഇങ്ങനെ ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുക. രണ്ടിൻ്റെയും ക്രോച്ച് കറക്റ്റാക്കി വെച്ചിട്ട് ക്രോച്ചിൻ്റെ ഇവിടെ 1/2 ഇഞ്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഒരു ഇഞ്ചാകുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. ഇനി വരെ വരേണ്ട, 1 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. അതുപോലെ മറ്റേ ക്രോച്ച് ഇതുപോലെ തന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇങ്ങനെ അടിച്ച് വന്ന് ഇവിടെ വരെ, ഈ അറ്റം വരെ പോകേണ്ട 1 ഇഞ്ചിൻ്റെ അവിടെ ആകുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. 2 ക്രോച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് നമ്മളിത് ഇങ്ങനെ എടുക്കുക. ക്രോച്ച് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ബോട്ടം ഇങ്ങനെ ഇടുക. ഇത് ബോട്ടം ഇങ്ങനെ ഇട്ടിട്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഭാഗമാണ്. ഈ ക്രോച്ചിൻ്റെ നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇവിടം വരെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഈ അറ്റവും അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ കൊണ്ടുവരിക. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളെൻ്റെ ഈ ക്രോച്ചിൻ്റെ ഭാഗം ഇങ്ങനെ എടുക്കുക. ഇവിടെ നമ്മൾ ഓപ്പൺ ആയിരിക്കും. ഇങ്ങനെ വെച്ചിട്ട് ഈ സ്റ്റിച്ച് ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇനി നമുക്ക് ബാൻഡിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാം. അതിന് ഈ അരികെ ഒന്ന് മടക്കിയിട്ട് 2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെയൊന്ന് മടക്കി, ഈ ഇലാസ്റ്റിക്കിൻ്റെ വീതിക്കാണ്, ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലിടാനുള്ള വീതിക്ക്. ഇലാസ്റ്റിക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. ഞാനൊന്ന് മടക്കിയിട്ട് ഒരു 2 ഇഞ്ച് വീതിക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഒരു ഗ്യാപ്പ് വേണം. ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടം വരെ ഇടണം. എന്നിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് വേണം, ഇലാസ്റ്റിക് ഇടാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് ചുറ്റുമൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ എലാസ്റ്റിക് എടുക്കുക. എലാസ്റ്റിക്കിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 1/4 പോർഷനാണ്. അതായത് വേസ്റ്റ് റൗണ്ട് നമ്മൾ എവിടെയാണ് ബോട്ടം ഇടുന്നത് അവിടുത്തെ റൗണ്ടിൻ്റെ 1/4 ഭാഗമാണ് ഇലാസ്റ്റിക് എടുക്കേണ്ടത്. എന്നിട്ട് അത് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് ഇങ്ങനെ റൗണ്ടിൽ കൊണ്ടുവന്ന് ഇപ്പുറത്ത് കൊണ്ടുവരിക. എന്നിട്ട് ഈ 2 എൻഡും കൂടി ജോയിൻ ചെയ്തിട്ട് ഇലാസ്റ്റിക്കിൻ്റെ 2 എൻഡും കൂടി ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് അകത്തോട്ടങ്ങ് പോയിട്ട് എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇലാസ്റ്റിക് ഒന്ന് വലിച്ച് പിടിച്ച് ഇലാസ്റ്റിക്കിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.